എന്താ അപ്പോൾ ഇതിന് വരുന്നത് കിലോന് 50. അപ്പം നമ്മുടെ ഹസ്സുകുട്ടിയാണ് മാങ്ങയുടെ നമ്മുടെ ഈ ഒരു ഐസ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. ആൾക്ക് ഭയങ്കര ഒരു നിർബന്ധം ഇന്ന് ഐസ് കഴിക്കണമെന്ന്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ. തരാൻ പറ്റാത്തത് ഒഴിക്കുന്നൊക്കെ കാണിക്കാൻ ബുദ്ധിക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് പൊക്കി പിടിച്ച് കുറച്ച് ഒരല്പം. ഹസോ, നമുക്ക് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ? എന്താ ഉണ്ടാക്കണേ പറയ്. എന്താ ഐസ് ഹസിന് വേണ്ടി? മാംഗോ ആണോ വാട്ടർ മെലോൺ ആണോ? വാട്ടർ മെലോണും മാങ്ങ ഐസും ഉണ്ടാക്കിയാലോ നമുക്ക്? അതൊന്നും ഇഷ്ടപ്പെട്ടല്ലോ ഐസ്. അപ്പം നമുക്കിന്ന് ഐസ് ഉണ്ടാക്കാം അല്ലേ? അപ്പം നമ്മളിതാ ഇവിടെ നല്ല മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുള്ളതാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പക്ഷെ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനിതാ പഴുത്ത മാങ്ങ ഇതാ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പം നല്ല റേറ്റ് കുറവാണല്ലോ, സീസൺ ആയതുകൊണ്ട് 2 കിലോ 100 രൂപ 50 രൂപ ആ റേറ്റൊക്കെയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് പോലെ ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് കിലോന് 50 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഹസുമോനെ ഇതെന്താണ്? മാങ്ങിൻ്റെ ഇംഗ്ലീഷ് എന്താ അവനെ? യെസ്, വെരി ഗുഡ്. അപ്പം നമ്മൾ മാംഗോ വെച്ചിട്ടാണ് ഇന്നത്തെ ഐസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ വാ. അപ്പം നമ്മളിതാ മാങ്ങ നല്ല രീതിയിൽ ഇതാ വാഷ് ചെയ്തെടുക്കാം. അപ്പം മാങ്ങ ഇതാ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഹസുമോനാണ് ഇതിലത്തെ കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ ഹസ്സുകുട്ടിയാണ് മാങ്ങയുടെ നമ്മുടെ ഈ ഒരു ഐസ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. ആൾക്ക് ഭയങ്കര ഒരു നിർബന്ധം ഇന്ന് ഐസ് കഴിക്കണമെന്ന്. അപ്പോൾ ആൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കിന്ന് നമ്മൾ മാംഗോ ഐസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഹസുമോന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല അടിപൊളി മാംഗോ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഹസ്സുകുട്ടിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത് കേട്ടോ. നമ്മുടെ മാങ്ങ ഇതാ ഉള്ളിൽ നിന്ന് അതിൻ്റെ കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കാമ്പെടുത്തോ. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ പാലെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കട്ടയാക്കിയിട്ടുള്ള പാലായാലും മതി. ഞാനിതാ ഇവിടെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള സംഭവം എന്താ സോ? മാങ്ങ. പിന്നെ ഇതെന്താ സോ? യെസ്, വെരി ഗുഡ്. പാൽപ്പൊടി വേണം. അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, എല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതെന്താ സോ? മിൽക്ക് മെയ്ഡാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിവിടെ വീട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. പക്ഷേ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താൽ എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ ഇത് ഒരു ഓപ്ഷന് മാത്രമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അത് ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കരുത്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ നല്ല ടേസ്റ്റി ഉണ്ടാക്കാം അല്ലേ? യെസ്. നമ്മളിതാ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്താ? യെസ്, പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹസുമോനെ. അപ്പോൾ ഇതാ പാൽപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ ഇട്ട് കൊടുക്കുന്ന ഹസു? പാല്. ഹസുവിന് പൊങ്ങാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇതാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ കുറച്ചുകൂടി നമ്മൾ മാങ്ങ മുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ 2 പ്രാവശ്യം അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ മാങ്ങതാ നല്ല ഒരു പേസ്റ്റ് പോലത്തിൽ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി പരുവായിട്ടാണ് നമ്മുടെ ജ്യൂസ് കേട്ടോ മാംഗോയുടെ. അപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. പഞ്ചസാരയും നമ്മുടെ പഴുത്ത മാങ്ങയും പിന്നെ പാലും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പാൽപ്പൊടിയാണ് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ല, നല്ല തിക്കായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇതാ ആ ഒരു മാങ്ങയുടെ കുഞ്ഞു പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിതാ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാം.
വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താണ്. അതിന് ശേഷം ഞാനിത് വീണ്ടും ഇതാ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്കിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യാൻ നിങ്ങളടുത്ത് ഐസ്ക്രീമിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കപ്പിലാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതുപോലത്തെ ഒരു കപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഐസ്ക്രീമിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ ഈ ഓരോ കപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഹസുമോൻ ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ എടുത്ത ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഒഴിച്ചിട്ട് ഹസുവിന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 10 ഗ്ലാസ്സിൽ ഇതാ നമ്മുടെ ജ്യൂസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഫോയിൽ പേപ്പർ വേണം. അപ്പോൾ നമുക്കിത് ഫോയിൽ പേപ്പർ ഇതിൽ ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന എല്ലാം എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്, ഒഴിക്കുന്നതൊക്കെ കാണിക്കാൻ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എൻ്റെ ട്രൈപോഡ് ഇവിടെ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് നേരം വന്ന ടൈമിൽ ജസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പോൾ ഹസു ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവിടെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഫോൾഡ് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിന് ജസ്റ്റ് ഇതാ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമ്മളെല്ലാം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ആക്കിയെടുത്ത് വരാം. അപ്പം നമ്മളിതാ കംപ്ലീറ്റ് ഇതാ ഫോയിലിൽ വെച്ചിട്ട് ഇതാ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹസോ? സ്റ്റിക്ക് വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുക അല്ലേ. അപ്പം ഞാനിതാ ഇതിന് സ്റ്റിക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കുത്തുന്ന ടൈമിൽ ജസ്റ്റ് ഒരു ലെവലിൽ കുത്തി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഫോൺ പിടിച്ചിട്ട് ഇത് കുത്താൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, ഒന്നിവിടെ ഞാൻ ജസ്റ്റ് കുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫോണും ഇത് വെച്ചിട്ട് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് കണ്ടില്ലേ, ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കംപ്ലീറ്റ് നമ്മളിതാ സ്റ്റിക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് ഓവറായിട്ടുള്ളത്. ബാക്കി നമ്മുടെ മാങ്ങയുടെ ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് ഇവിടെ തൽക്കാലം മാറ്റി വെച്ചാൽ കേട്ടോ. ഇതാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ കയറ്റാം കേട്ടോ. ഹസോ, ഇനി നമുക്കിത് സെറ്റായിട്ട് നൈറ്റിൽ എടുക്കുകയല്ലേ? കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഐസ് റെഡി. അപ്പം നമ്മുടെ ഐസ് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്, കണ്ടില്ലേ? I just wanna get to know ya. I wanna go far to the coast, yeah. I wanna drive fast to the ocean. I wanna know all of you. Growing up. അപ്പം നമ്മൾ ക്ലാസ്സിലിതാ കംപ്ലീറ്റ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒരുപാട് ഹാർഡായിട്ടുള്ളതല്ല, നമ്മളിത് കഴിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ കോലേസ് കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു വരും കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു ഐസിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിതാ ഇതിൻ്റെ എല്ലാം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ മോൾഡില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിട്ടുപോകരുത്. ഇതുപോലെ നമ്മുടെ കപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൽ നിന്ന് എടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പോരും. പിന്നെ ഈ കാണുന്ന പോലെ നമ്മൾ നല്ല ഹാർഡൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ കടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കോലൈസ് വരിക കേട്ടോ.
അപ്പോൾ അത് ഹസുവിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ 10 എണ്ണം ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ കിടിക്കാച്ചി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതാ ഓരോന്നും സ്റ്റിക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ച് തരികയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ഈ ഒരു ഐസ് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അസൂട്ടി വായ വെച്ച് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയും? എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടേ? എന്തായിരുന്നു നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുള്ളത്? മിൽക്ക്, പാൽപ്പൊടി, പാല്, പഞ്ചസാര. മാംഗോ ഇട്ടില്ലേ? മാംഗോ ഇട്ട്. ഹസുമോ ഉണ്ടാക്കിയതാ അല്ലേ? സംഭവം സൂപ്പർ അല്ലേ? കഴിച്ചോക്ക്.